അമ്പലക്കള്ളന്മാർക്ക് സംരക്ഷണം തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 26 ലക്ഷം രൂപ കവർന്ന വനിതാ സബ് ഗ്രൂപ്പ് ഓഫീസർക്കെതിരെ നടപടി സസ്പെൻഷനിൽ മാത്രം ഒതുക്കി. ക്ഷേത്രസ്വത്ത് അപഹരിച്ചാൽ ക്രിമിനൽ കേസ് നൽകണമെന്ന വ്യവസ്ഥ ബോർഡ് പാലിക്കുന്നതേയില്ല. തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം സബ് ഗ്രൂപ്പ് ഓഫീസറെയാണ് സാധാരണ സസ്പെൻഷനിലൂടെ ദേവസ്വം സംരക്ഷിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്ന വ്യാപക കൊള്ളയ്ക്കും അത് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന സംരക്ഷണത്തിന്റെയും ഏറ്റവും പുതിയ ഉദാഹരണമാണ് നെയ്യാറ്റിൻകര ഒറ്റശേഖരമംഗലം സബ് ഗ്രൂപ്പ് ഓഫീസർ നടത്തിയ തട്ടിപ്പ്. ദേവന്റെ കാണിക്കപ്പണം അടക്കമുള്ള വരുമാനത്തിൽ നിന്നും 26 ലക്ഷം രൂപ തട്ടിച്ച പ്രതീജ കേസിനെതിരായ നടപടി വെറും സസ്പെൻഷൻ മാത്രം. ക്ഷേത്ര സ്വത്ത് അപഹരിച്ചാൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നതാണ് ചട്ടം. ഈ വ്യവസ്ഥ പാലിക്കാതെയാണ് അമ്പലമോഷണത്തിനെതിരായ നടപടി വെറും സസ്പെൻഷനിൽ ഒതുക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ദിനംപ്രതിയുള്ള വരുമാനം 7-9 നമ്പർ രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തി എല്ലാ മാസവും 25-ാം തീയതി ദേവസ്വം ബോർഡിലേക്ക് ഒടുക്കണമെന്നതാണ് വ്യവസ്ഥ. ഈ ചട്ടം ലംഘിച്ചാണ് നെയ്യാറ്റിൻകര ഒറ്റശേഖരമംഗലം സബ് ഗ്രൂപ്പ് ഓഫീസർ പ്രതീജ KS 2021 മുതൽ 24 വരെ 4.5 വർഷം നീണ്ട തിരിമറി നടത്തിയത്. മാസാടിസ്ഥാനത്തിൽ നടക്കേണ്ട പരിശോധനകൾ നടക്കാത്ത സാഹചര്യം മുതലെടുത്തായിരുന്നു തട്ടിപ്പ്. ഓഡിറ്റിൽ തട്ടിപ്പ് കണ്ടെത്തിയതോടെയായിരുന്നു സസ്പെൻഷൻ പ്രഹസനത്തിന് മാത്രമാക്കിയത്. തിരുവല്ലം ക്ഷേത്രത്തിൽ നടന്ന സമാന തട്ടിപ്പിലും പോലീസിൽ പരാതി നൽകാൻ ദേവസ്വം ബോർഡ് ഇതുവരെയും തയ്യാറായിട്ടില്ല. വിനീഷ്, ജനം, തിരുവനന്തപുരം.